അധികാരം അതിരിട്ടൊരു ചിന്താലോകത്ത് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്ത ഒരു ജനതയ്ക്ക് ഒരു ബദൽ കെട്ടിപ്പൊക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം, ആയുധക്കപ്പലല്ല, ആശയങ്ങൾ, ഇസ്രായേൽ വിരുദ്ധ ആശയങ്ങൾ കുത്തിയുണർത്തിയ കപ്പലല്ല, മറിച്ച് പട്ടിണി കൊണ്ട് വലയുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണപ്പൊതികളുമായി പോകുന്ന മാഡ്ലിൻ എന്ന കപ്പൽ തടയപ്പെടുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ നേരെ കൃത്യം നിറയൊഴിക്കുകയാണ്. ഞാൻ ജാതി വിട്ടു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റും, പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി എന്നെ വിടില്ല. ജാതിയുടെ വിടാപ്പിടി എന്നുള്ളത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഒരു സർക്കാർ, ഒരു ജനായത്ത സർക്കാർ, ആ സർക്കാരിൻ്റെ ഔദ്യോഗിക അനുഷ്ഠാനം, ഔദ്യോഗിക ആചാരം, ഔദ്യോഗിക ആകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉള്ളതായി ഒരിക്കലും മാറാൻ പാടില്ല. ഇവിടെ നടക്കുന്ന അന്വേഷണം, ആലോചന ഏതർത്ഥത്തിലും നമ്മുടെ കാലം അനുഭവിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഒരാവിഷ്കാരമാണ്. പക്ഷേ ഈ ആവിഷ്കാരത്തെ എങ്ങനെ അടയാളപ്പെടുത്തും, അപഗ്രഥിക്കും എന്നുള്ളത് പ്രത്യേകിച്ചും സാമൂഹ്യ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സങ്കീർണമാണ്. അതായത് അതേ അല്ല, വെളുപ്പ് കറുപ്പ്, ശരി തെറ്റ്, രാജ്യസ്നേഹം രാജ്യദ്രോഹം, സ്വദേശി വിദേശി, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നിങ്ങനെയുള്ള ബൈനറികൾ കൊണ്ട് മരവിപ്പിക്കാവുന്ന ഒന്നല്ല സത്യത്തിൽ ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ. ഒരു ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾക്കറിയാം, ഇന്ന് ലഭ്യമായിട്ടുള്ള ലോകത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന പരിസ്ഥിതി രംഗത്തെ സാന്നിധ്യമായ ഗ്രറ്റ തുംബർഗിൻ്റെ ഗസയിലേക്കുള്ള, നമ്മൾ മനസ്സിലാക്കണം, ആയുധക്കപ്പലല്ല, ആശയങ്ങൾ, ഇസ്രായേൽ വിരുദ്ധ ആശയങ്ങൾ കുത്തിയുണർത്തിയ കപ്പലല്ല, മറിച്ച് പട്ടിണി കൊണ്ട് വലയുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണപ്പൊതികളുമായി പോകുന്ന മാഡ്ലിൻ എന്ന കപ്പൽ തടയപ്പെടുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളുടെ നേരെ കൃത്യം നിറയൊഴിക്കുകയാണ്. ഒരു സംഘർഷം നടക്കുമ്പോൾ, പലരും കൊല്ലപ്പെടുമ്പോൾ അതിൽ കുട്ടികളും കൊല്ലപ്പെടുന്നു എന്ന നിലയിലല്ല, കുട്ടികൾക്ക് വരെ കൃത്യം നിറയൊഴിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പലസ്തീൻ പ്രശ്നമല്ല, പക്ഷേ ഇസ്ലാമോഫോബിക് എന്നുള്ളത് ഈ ഒരു സംവാദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഇന്ത്യൻ ന്യൂനപക്ഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ന്യൂനപക്ഷം പൊതുവിൽ, ആ ന്യൂനപക്ഷം എന്നുള്ളതിൽ മതന്യൂനപക്ഷം മാത്രമല്ല, ഭാഷാ ന്യൂനപക്ഷമുണ്ട്, ലിംഗ ന്യൂനപക്ഷമുണ്ട്. അവിടെ നിൽക്കുന്നില്ല, മതരഹിതർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വളരെ ചെറിയ വിഭാഗമുണ്ട്. അവരനുഭവിക്കുന്ന നിരവധി സംഘർഷങ്ങളുണ്ട്. അങ്ങനെ നിരവധി തലത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്ന, മുമ്പും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ 2014 ശേഷം ഞാൻ വിചാരിക്കുന്നത് കൃത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആ കൊല്ലം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന വിവേചനങ്ങളെയും പീഡനങ്ങളെയും കയ്യേറ്റങ്ങളെയും കടന്നാക്രമണങ്ങളെയും അളവ് തലത്തിൽ, ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 2014 ശേഷമുള്ളത് ഗുണതലത്തിൽ, ക്വാളിറ്റേറ്റീവ് തലത്തിൽ പഠിക്കപ്പെടേണ്ടതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുമ്പത്തെ വിവേചനത്തിൻ്റെ വലിച്ചു നീട്ടലോ അതിൻ്റെ യാന്ത്രികമായ തുടർച്ചയോ അതിൻ്റെ നീട്ടിയെഴുത്തോ അല്ല 2014 ശേഷം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പശ്ചാത്തലം 2014 ശേഷം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതിന് മുമ്പ്
അതായത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നതെങ്കിൽ അതിനൊക്കെ എത്രയോ മുമ്പ് ഇവിടെ പ്രഭാഷണത്തിൽ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജാതി മേൽക്കോയ്മ വ്യവസ്ഥ. ആ ജാതി മേൽക്കോയ്മ വ്യവസ്ഥയിലാണ് ഇന്ത്യൻ നവഫാസത്തിൻ്റെ സാംസ്കാരിക വേര് ആഴ്ന്നു കിടക്കുന്നത്. ആ ജാതി മേൽക്കോയ്മയിൽ നിന്ന് ഇന്ത്യയിലെ ഒരു മതത്തിനും, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഇന്ത്യയിലെ ഒരു വ്യക്തിക്കും എത്ര കുതറിയാലും കലഹിച്ചാലും പൂർണ്ണമായി പുറത്തു കടക്കാൻ പറ്റില്ല. ഞാൻ ജാതി വിട്ടു എന്ന് പ്രഖ്യാപിക്കാൻ പറ്റും, പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജാതി എന്നെ വിടില്ല. ജാതിയുടെ വിടാപ്പിടി എന്നുള്ളത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സൈദ്ധാന്തികമായി ഇസ്ലാം മതവും ക്രിസ്തു മതവും ബുദ്ധമതവും ഒക്കെ ജാതിയെ തള്ളിക്കളഞ്ഞ, നിരാകരിച്ച മതങ്ങളാണ്. എന്നാൽ പ്രായോഗികമായി നോക്കിയാൽ സച്ചാർ കമ്മീഷനൊക്കെ കൃത്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ നേരത്തെ ഇവിടെ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചു, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഷ്റഫ്, അജ്ലഫ്, അർസൽ എന്നിങ്ങനെ 3 പ്രബല വിഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ ചാതുർവർണ്ണ്യത്തോട്, ജാതി മേൽക്കോയ്മ എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യത്തിൻ്റെ വെറും ചുരുക്കെഴുത്തല്ല, അത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എങ്കിൽ തന്നെയും ജാതി മേൽക്കോയ്മയുടെ ന്യൂക്ലിയസായി കരുതപ്പെടുന്ന ചാതുർവർണ്ണ്യം, ആ ചാതുർവർണ്ണ്യത്തോട് ഏറെക്കുറെ സദൃശമെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ അഷ്റഫും അജ്ലഫും അർസൽ എന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള മുസ്ലിം വിഭാഗങ്ങളാണ്. ഇന്നും വളരെ പ്രബുദ്ധമായ നവോത്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നു പോന്നിട്ടും കേരളത്തിൽ പോലും ഏറ്റവും അടിത്തട്ടിലുള്ള മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യം പിടിക്കുന്നവർ, നമ്മുടെയൊക്കെ ശരീരത്തെ കലാപ്രതിഭകൾ എന്ന് വിളിക്കാവുന്ന മുടിവെട്ടുന്ന ബ്യൂട്ടീഷ്യന്മാർ എന്ന് പറയുന്ന ഒസാൻ എന്ന് പറയപ്പെടുന്ന വിഭാഗം, ഇവരൊക്കെ തന്നെ ഇന്നും അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിവേചനങ്ങളുണ്ട്. അത് ജാതി വിവേചനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ജാതിയെ സൈദ്ധാന്തികമായി തള്ളിക്കളഞ്ഞ മതങ്ങൾക്കും ജാതിയിൽ നിന്ന് പ്രായോഗിക തലത്തിൽ പൂർണ്ണമായും പുറത്തു കിടക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ജാതിയോട് നിരന്തരം എതിരിടുന്ന മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജാതിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ അംബേദ്കറുടെ മതപരിവർത്തനത്തെ ഒരുപക്ഷെ നമ്മുടെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട സംവാദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി പരിഗണിക്കുന്ന ഒന്നാണ് മതപരിവർത്തന സ്വാതന്ത്ര്യം. അത് ന്യൂനപക്ഷത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു ജനത ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രാഥമിക തെളിവാണ് അവർ പലതരം പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത്. പരിവർത്തനത്തിൻ്റെ സകല വാതിലുകളെയും സ്വാഗതം ചെയ്യുകയും അതിൻ്റെ ഒരു വാതിലിൽ മാത്രം കുറ്റിയിട്ട് പൂട്ടണം എന്ന് പറയുകയും ചെയ്യുന്നതിൽ സൂക്ഷ്മമായിട്ട് ഒരവികസിത കാഴ്ചപ്പാടുണ്ട് എന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാതരം പരിവർത്തനങ്ങളെയും സ്വാഗതം ചെയ്യുന്നില്ലെങ്കിൽ മതപരിവർത്തന ബില്ല് പോലുള്ള ജനായത്ത വിരുദ്ധ ബില്ലുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ അകാരണമായി മനുഷ്യർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ത്യൻ ന്യൂനപക്ഷം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കം, ഞാനീ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും എനിക്കും അറിയാം, ഫാദർ ഗ്രഹാം സ്റ്റെയിൻസ്, ഞാൻ ഒരു പേര് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ, കാരണം ലോകം ശ്രദ്ധിച്ചൊരു പേരാണ്. 1999 ഒറീസയിലെ മനോഹർപൂറിൽ ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്നത് 1965 ഓസ്ട്രേലിയയിൽ നിന്നും വന്നതാണ്. അദ്ദേഹം വന്നത് വെട്ടിപ്പിടിക്കാനല്ല, മതപരിവർത്തനം നടത്താനല്ല, രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല, കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ വേണ്ടി. അതിൽ മതമുണ്ട്. കാരണം ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരെ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചു. അവരോടൊപ്പം നിൽക്കുക, അവരെ ഉയർത്തിക്കൊണ്ടുവരിക, ആരുമില്ലാത്തവർക്ക് തുണയാവുക, താങ്ങാവുക എന്ന ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ലോകത്തുടനീളം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ച എത്രയോ മനുഷ്യരുണ്ട്. മദർ തെരേസയും അതുപോലെ തന്നെ ആ വകുപ്പിൽ പെടുത്താവുന്ന ആളാണ് ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസ്. അദ്ദേഹത്തെ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ എന്തിൻ്റെ പേരിലാണ് കൊല ചെയ്തത്? മതപരിവർത്തനത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? കുഷ്ഠരോഗ നിവാരണമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള ഒരസംസ്കൃത പദാർത്ഥമാണ്.
അതിനങ്ങനെ തന്നെ തിരിച്ചറിയണം. എത്രയോ മനുഷ്യർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അംബേദ്കർ പോലും ബുദ്ധമതം സ്വീകരിക്കാൻ ഇടയായത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളുണ്ട്. ഒരഭ്യൂഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പക്ഷെ അവിടെ അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂനപക്ഷ വേട്ട എന്നുള്ളത് 2014 ശേഷം ഇന്ത്യയിൽ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാളും ഭീകരമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് 2020 അമേരിക്കയിൽ ഒരു കറുത്ത മനുഷ്യൻ, ആത്മാഭിമാനമുള്ള മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അമേരിക്ക ഇളകി മറിഞ്ഞു. അവിടെ അതിനെതിരെ പാട്ടുണ്ടായി, ശില്പമുണ്ടായി, സിനിമ ഉണ്ടായി, നാടകമുണ്ടായി. അമേരിക്കൻ ജനത അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ലോകം മുഴുവൻ ആ പേര് നിറഞ്ഞു. എന്നാൽ അതേ സമയമാണ് ഇന്ത്യയിൽ ഫൈസാൻ എന്ന് പറയുന്ന ഒരു 23 വയസ്സുള്ള യുവാവ് ഇതേമാതിരി, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ചവിട്ടിപ്പിടിച്ചിട്ട് ദേശീയ ഗാനം ആലപിക്കാൻ ആവശ്യപ്പെടുകയും അത് അയാൾ ആലപിക്കുകയും അയാൾ മരിച്ചു പോവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ശിക്ഷയില്ല, ഒന്നുമില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഭീകരത? അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നേരത്തെ പറഞ്ഞ ഈ ജാതി ഭീകരതയാണ്. ആ ജാതി ഭീകരതയുണ്ട്, അതോടൊപ്പം അതെല്ലാ മതത്തിലും ഉണ്ട്. പക്ഷെ അതിൻ്റെ സ്രോതസ് എന്താണ്? അംബേദ്കറും പറയുന്നുണ്ട്, എല്ലാ മതങ്ങളിലേക്കും ഈ ജാതി മേൽക്കോയ്മ, ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രം മലിനമാക്കിയ വായു കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു സ്രോതസ്സുണ്ട്, അത് ഈ ജാതി മേൽക്കോയ്മ തന്നെയാണ്. ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യയിൽ. അത് ഏതെങ്കിലും ഒരു ബ്രാഹ്മണനല്ല. നമ്മുടെ നാട്ടിൽ കാര്യങ്ങളെയൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതേയല്ല. വെളുപ്പ് കറുപ്പ് ജാതി പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ട ഒരാളാണ്, അയാൾക്കെതിരെയുള്ള എന്തോ ഒരു നിഴൽ യുദ്ധമാണ്. അങ്ങനെയൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളിലൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന ഭാഷയിലും നമ്മുടെ പെരുമാറ്റത്തിൽ, ഇപ്പം കേരളത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നന്നായിട്ട് മത്സ്യം മാംസം കഴിക്കുന്ന ആളുകൾ പോലും ഞാനിപ്പോൾ അത്രയൊന്നും കഴിക്കാറില്ല എന്നത് അന്തസ്സിൻ്റെ അടയാളമായിട്ട് ഒരു യോഗ്യതാ നാട്യം അതിൽ പ്രച്ഛന്ന ജാതി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജാതി, അതിൻ്റെ ഭാഗമായിട്ടാണ് മതപരിവർത്തനം. ഹിന്ദു മതത്തിൽ മതപരിവർത്തനം, നരസുവിൻ്റെ ജാതി ഒരു പഠനം, കുമാരനാശാൻ ചണ്ടാലവൃക്ഷിക എഴുതുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ എടുത്തു ചേർത്തത് നരസുവിൻ്റെ ജാതി ഒരു പഠനം എന്ന പുസ്തകത്തിലെ ഒരു പാരഗ്രാഫാണ്. അതിൽ കൃത്യം പറയുന്നുണ്ട്, ഹിന്ദു മതത്തിലും വൻതോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് ജാതി മേൽക്കോയ്മയുടെ നേതൃത്വത്തിലാണ്. ഇപ്പം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സർക്കാർ 2014 ശേഷമല്ല, 2014 എത്രയോ മുമ്പ് ചെറിയ തോതിലും അതിനുശേഷം വലിയ തോതിൽ നടക്കുന്ന ഔദ്യോഗികമായ ആചാരങ്ങൾ, ഞാൻ പറയുന്നത് വ്യക്തികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒന്നുമല്ല. അത് ഏത് വ്യക്തിക്കും തൻ്റെ ആചാരവും അനുഷ്ഠാനവും ആഘോഷവും നിർവഹിക്കാനുള്ള പരമമായ സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കണം. അതേസമയം ഒരു സർക്കാർ, ഒരു ജനായത്ത സർക്കാർ, ആ സർക്കാരിൻ്റെ ഔദ്യോഗിക അനുഷ്ഠാനം, ഔദ്യോഗിക ആചാരം, ഔദ്യോഗിക ആഘോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉള്ളതായി ഒരിക്കലും മാറാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ നമുക്കറിയാം, എന്തിന് കേരളത്തിൻ്റെ രാജ്ഭവൻ പോലും RSSൻ്റെ കാര്യാലയമാക്കി മാറ്റി തീർക്കാൻ ഭാരതാംബയുടെ മറവിൽ കേരളത്തിൻ്റെ ഗവർണർ നിവർന്നു നിൽക്കുമ്പോൾ, പതുങ്ങി നിൽക്കല്ല, നിവർന്നു നിൽക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ പെട്ടെന്ന് ഭാരതാംബയല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഭാരതാംബയല്ലേ? ഏത് ഭാരതാംബ? ഭരതൻ്റെ അമ്മ. ഭരതൻ്റെ അമ്മയാണ് ഭാരതം എന്ന് കരുതാൻ അങ്ങനെ കരുതുന്നവർക്ക് അവകാശമുണ്ട്. അല്ലാത്തവർക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ദുർഗയെ ആരാധിക്കുന്നവർക്ക് ദുർഗയെ ആരാധിക്കാം, അല്ലാത്തവർക്ക് ആരാധിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മതം അങ്ങനെ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു രാഷ്ട്രം മുഴുവനും അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണമെന്ന് ഒരു ഭരണകൂടം കൽപ്പിക്കുമ്പോൾ അവിടെയാണ് ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്രം വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ മണ്ഡലത്തിലും ജാതി മേൽക്കോയ്മ വൈറസ് വ്യാപിച്ചിരിക്കുന്ന, ഞാനതിനെ ചുരുക്കി സാധാരണ പറയുന്നത് ഗു വൈറസ് എന്നാണ്. ഗുജറാത്ത് വൈറസ്, ഗുണ്ട വൈറസ്, ഇത് രണ്ടും ചേർന്നുള്ള ഒരു വൈറസ് നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ എതിരെ നമ്മുടെ ഗവർണർ മെഴുകുതിരി ഊതിക്കെടുത്തിയിട്ട്
സമാധാനത്തിൻ്റെ മെഴുകുതിരി ഊതിക്കത്തിയിട്ട് മിസൈലിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രഭാഷണം നടത്താൻ രാജ്ഭവനിൽ RSS സൈദ്ധാന്തികനായ ഗുരുമൂർത്തിയെ വിളിച്ചത് അവിടം തൊട്ട് തുടങ്ങുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക. അവിടം തൊട്ടല്ല, അതിനൊക്കെ എത്രയോ പിറകിൽ വെച്ച് തുടങ്ങുന്ന, അതായത് ഇസ്ലാമോഫോബിക് എന്ന് പറയുന്നത് തത്വത്തിലും പ്രയോഗത്തിലും നിലവിലുള്ള ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച, വളരെ വലിയ ചർച്ചകൾക്ക് ശേഷം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മാർച്ച് 15 അവിടെ ഇന്ത്യ സർക്കാർ എടുത്തൊരു നിലപാടുണ്ട്. ഇത് ഇസ്ലാമോഫോബിക് എന്നതിന് പകരം റിലിജിയോഫോബിക് എന്നാക്കി മാറ്റണം. ഇവിടെയാണ് സമവാക്യ നിർമ്മാണം, അതായത് അസമമായതിനെ സമമാക്കുന്ന രാഷ്ട്രീയം. സത്യത്തിൽ റിലിജിയോഫോബിക് അല്ല, മറിച്ച് കൃത്യം ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ഇത് റിലിജിയോഫോബിക് അല്ല, ഇസ്ലാമോഫോബിക് ആണ്. അങ്ങനെ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ PT അദ്ദേഹം എൻ്റെ കലാപസ്വപ്നങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥയിൽ ഒരു വാക്യമുണ്ട്, അബൂദാബി എന്നെ മനുഷ്യനാക്കി. കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായ രാജ്ഭവനിൽ ഭാരതാംബ, കാവിക്കൊടിയേന്തിയ ഭാരതാംബ ദുർഗ ആരാധിക്കപ്പെടുമ്പോൾ അതിന് ഗവർണർ നേതൃത്വം കൊടുക്കുമ്പോൾ ഈ ഒരൊറ്റ വാക്യം മതി PT വേണമെങ്കിൽ വിചാരണ ചെയ്യാം. അബൂദാബി എന്നെ മനുഷ്യനാക്കി. ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചിട്ട് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് കക്ഷി പറയുകയാണ് അബൂദാബി എന്നെ മനുഷ്യനാക്കി. പക്ഷേ അബുദാബി എന്നെ മനുഷ്യനാക്കി എന്ന് PT പറയുന്നതിന് വലിയ തത്വചിന്താപരമായ തലങ്ങളുണ്ട്. തത്വചിന്തയുടെ തല എന്നോ ഇന്ത്യയിൽ വെട്ടി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി തത്വചിന്തയൊന്നും പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. കാരണം ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ കാലത്ത് വളരെ ഉപരിപ്ലവമായ പ്രചാരണ യുദ്ധമായിരിക്കും, പ്രൊപ്പഗൻഡ വാറായിരിക്കും. അതായത് ലഘുലേഖകളുടെ പ്രളയമായിരിക്കും. ഗുജറാത്ത് വംശത്തെ നോക്കിയാൽ, അതുപോലെ തന്നെ ഒറീസയിലെ കന്തമാൽ വംശത്തെ നോക്കിയാൽ അവിടെ ഒന്നും വലിയ തത്വചിന്താ ഗ്രന്ഥങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ ലഘുലേഖകളാണ്. അത് ലക്ഷക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അപരവിദ്വേഷം അതിൻ്റെ അതിരുകളൊക്കെ അതിക്രമിച്ച് എത്തിക്കഴിഞ്ഞൊരു കാലത്ത് എനിക്ക് ഇന്നലെ ഒരു വളരെ ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു അനുഭവം ഉണ്ടായി. നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു കാര്യം ഉറച്ചിരുന്നു. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിരിക്കും. മോസ്ക് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ, പള്ളി ഗോപാലകൃഷ്ണൻ എന്ന് സാധാരണഗതിയിൽ, ഇത് നേരത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്ത തന്നെയാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംവാദത്തിൻ്റെയൊക്കെ ഒരു ലോകത്തിന് അദ്ദേഹത്തെ പോലെ അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ എത്രയെത്ര മനുഷ്യർ, ഞാൻ പറയുന്നത് നമ്മുടെ ഇതുപോലുള്ള വേദികളിൽ അത്തരം മനുഷ്യരെ, അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞു. 90 വയസ്സ് കഴിഞ്ഞ ഒരാൾ എന്നെ കാണാനോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തനം കാണാനോ വരികയല്ല വേണ്ടത്, നമ്മൾ അങ്ങോട്ട് പോവാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് വലിയ തിരക്കും പ്രയാസമൊക്കെ ഉണ്ടായിട്ടും വന്ദേ ഭാരതിൽ, അതായത് ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ദേ ഭാരതിൽ വരേണ്ടതുണ്ടായിരുന്നിട്ടും തീവണ്ടി മിസ്സായാലും വേണ്ടിയില്ല, അദ്ദേഹത്തെ പോയി കാണണം എന്ന് കരുതി ഡോക്ടർ M. സിദ്ദീഖ്, മലയാളത്തിലെ ശ്രദ്ധേയനായ സാംസ്കാരിക പ്രഭാഷകനും എഴുത്തുകാരനും അതുപോലെ തന്നെ പൂക്കാസയുടെ സംസ്ഥാന സെക്രട്ടറി MK മനോഹരൻ, ഞങ്ങൾ 3 പേര് കൂടിയാണ് പോയത്. വഴിയൊക്കെ ചോദിച്ച് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം 100-ലേറെ പള്ളികൾ, അതുപോലെ ചർച്ചുകൾ, ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പാളയം പള്ളി, ഭീമാ പള്ളി, കൊല്ലത്തെ താജ്മഹൽ പോലുള്ള താജ് മസ്ജിദ്, ഇങ്ങനെ നിരവധി പള്ളികൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മോസ്ക് ഗോപാലകൃഷ്ണൻ. അവിടെയല്ല അതിൻ്റെ പ്രത്യേകത. അദ്ദേഹം ആരാധനാലയങ്ങളെ കാണുന്നത് ശ്രീനാരായണൂരൊക്കെ പറഞ്ഞ കാര്യമാണ്. എല്ലാ വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയിലാണെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ മാത്രമല്ല, നമ്മളിപ്പോൾ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോഴും അതിൽ പരസ്പരം ആശയ ഭിന്നത പുലർത്തുന്ന നിരവധി വിഭാഗങ്ങളുടെ ഒരു സമാഹാരമാണ്. ക്രിസ്ത്യൻ വിഭാഗവും അങ്ങനെ തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം, എല്ലാവരുടെയും ഒത്തുചേരലിൻ്റെ വേദിയായിരിക്കണം ആരാധനാലയങ്ങൾ എന്നൊരാശയം
അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരു മുമ്പ് പറഞ്ഞാണ്, അത് പ്രായോഗികമാക്കാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഒരു പ്രയാസമില്ല. പക്ഷേ ഈ ആശയം ഉൾക്കൊള്ളുന്നൊരു ജനത വരണം. നമുക്ക് കഴിയില്ല. കാരണം അധികാരം അതിരിട്ടൊരു ചിന്താലോകത്ത് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്ത ഒരു ജനതക്ക് ഒരു ബദൽ കെട്ടിപ്പൊക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും മൗലികത. അല്ലെങ്കിൽ പള്ളിയിലും ക്ഷേത്രത്തിലും അതുപോലെ ചർച്ചിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒത്തുചേർന്നാൽ, ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകളും അവിടെ ചെന്നിരുന്നാൽ അതിനും മനോഹരമായിട്ട്, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കുമ്പോൾ ശാന്തി തീരം, അതവിടുത്തെ ശ്മശാനമാണ്, പൊതു ശ്മശാനമാണ്. നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട്. നല്ല പൂന്തോട്ടം, ഇരിക്കാനുള്ള നല്ല ഇരിപ്പിടങ്ങൾ, പുസ്തകം വായിക്കുന്നവർക്ക് പുസ്തകം വായിക്കാം, പാട്ട് കേൾക്കുന്നവർക്ക് പാട്ട് കേൾക്കാം, നിശബ്ദമായിരിക്കുന്നവർക്ക് നിശബ്ദമായിരിക്കാം, അവിടെ സൗഹൃദം പങ്കുവെക്കാം. കാരണം ജീവിതം എന്ന് പറയുന്നത് മരണവും എല്ലാം കൂടി ഉൾപ്പെട്ട ഒന്നാണ്. അതൊരു സമഗ്രതയാണ്. ആ സമഗ്രതയുടെ ഭാഗമാണ് ശ്മശാനം, പൂന്തോപ്പ്, കളിസ്ഥലം, സംവാദം. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ജീവിതമെങ്കിൽ അതിൻ്റെ കൂടി ഭാഗമാണ് ആരാധനാലയങ്ങൾ. അവിടെ എല്ലാവർക്കും ഒരുമിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മതപരിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വീട്ടിൽ തന്നെ വിവിധ മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽപ്പെടാത്തവരും സൗഹൃദത്തോടെ സ്നേഹത്തോടെ സംവാദം നടത്തി ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളുടേത് ബദൽ ചിന്തയല്ല. നമ്മളുടേത് അധികാരം അതിർത്തിയിട്ട ഒരു ചിന്താലോകത്തിൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ ഭേദഗതി വരുത്തുന്ന പരിഷ്കരണ ചിന്തയാണ്. പരിഷ്കരണ ചിന്തക്ക് ഒരിക്കലും അതിർത്തിക്ക് അപ്പുറത്തേക്ക് പറക്കാൻ പറ്റില്ല. അത് അതിർത്തിക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ വിപ്ലവകരമായ ചിന്ത എന്ന് പറയുന്നത് അത് വ്യവസ്ഥയുടെ അകത്തെ പരിഷ്കരണങ്ങളെ പിന്തുണയ്ക്കും. വ്യവസ്ഥ പൊളിച്ച് പുറത്തു കടക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സൗഹാർദ്ദം, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർക്കും ഒരു മതത്തിൽപ്പെടാത്തവർക്കും സൗഹൃദമുണ്ടാക്കാൻ കഴിയുന്ന വിസ്തൃതമായ ഒരാശയലോകം, അത് മതനിരപേക്ഷതയാണ്, മതനിരപേക്ഷത മാത്രമാണ് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മലയാളത്തിൽ ഏറ്റവും മധുരോദാരമായ, മനോജ്ഞമായ, മനോഹരമായ, മാസ്മരികമായ വാക്കേതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു ചാഞ്ചല്യവുമില്ലാതെ എനിക്ക് പറയാൻ പറ്റും, അത് മതനിരപേക്ഷത എന്ന വാക്ക് തന്നെയാണ്. കാരണം ആ വാക്കിൻ്റെ വിസ്തൃതമായ ലോകത്തിൽ വെച്ച് വിവിധ മതത്തിൽപ്പെട്ടവർക്കും ഒരു മതത്തിൽപ്പെടാത്തവർക്കും സംവാദം നടത്തിയും സംവാദം നടത്താതെയും സൗഹൃദം പങ്കുവെച്ച് ജീവിക്കാൻ പറ്റും. അത് പൊളിക്കുന്നത് ആരാണ്, എന്തിനു വേണ്ടിയാണ്? അത് കണ്ടെത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ന്യൂനപക്ഷ വേട്ടയുടെ വ്യാകരണത്തിലേക്ക് കടക്കാനാവൂ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ മതത്തിലെ അതിയാഥാസ്ഥിക വിഭാഗങ്ങൾ, അതേക്കുറിച്ച് അധികം സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ അടുത്ത് ഞാൻ കേട്ടൊരു പ്രസംഗം യാദൃച്ഛികമായിട്ട് ഞാൻ കേട്ടുപോയതാണ്. സത്യത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണ്. കാരണം കേൾക്കാതെ ഒന്നിനെക്കുറിച്ച് നമുക്ക് വിമർശനം വികസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര ഉപരിപ്ലവമായ കാര്യങ്ങളും വർദ്ധിച്ച ക്ഷമയോടെ കേൾക്കാനുള്ളൊരു പരിശീലനം ജനാധിപത്യവാദികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വന്ന ഇടതുപക്ഷ പ്രവർത്തകരിൽ ഒരാൾ തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോൾ കുറ്റബോധത്തോടെ തിരിച്ചറിയുന്നുണ്ട്. ഒരു ദിവസം കേട്ട പ്രഭാഷണം ഇങ്ങനെയാണ്. ഒരു മൗലവി, ഒരു പണ്ഡിതനാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്വർഗത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ്, അത് ചൊവ്വാഴ്ചയാണ്. വളരെ കൃത്യമാണ്. മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ചൊവ്വക്ക് ചൊവ്വില്ല എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ടാവാൻ കാരണം സ്വർഗത്തിൽ ഈ ദിവസം ഈ മദ്യവിതരണത്തിന് നീക്കിവെച്ചത് കൊണ്ട് ആ ദിവസം എല്ലാവരും കുടിച്ച് പൂസാവുന്ന ദിവസമാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇതേ പ്രഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, അവിടുത്തെ മദ്യം ഇവിടുത്തെ മദ്യമല്ല, ലഹരി ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. കൂട്ടത്തിൽ ചൊവ്വക്ക് ചൊവ്വില്ല എന്നും പറയുന്നുണ്ട്. അപ്പം മലയാളത്തിലെ ചൊവ്വക്ക് ചൊവ്വില്ല എന്നൊരു ചൊല്ലും ഈ കള്ള് വിതരണവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ അത് പറഞ്ഞ് ഈ രീതിയിലുള്ള വളരെ യാഥാസ്ഥിതികമായ മതതത്വങ്ങളോട് ആഴത്തിൽ പൊരുത്തപ്പെടാത്ത നമ്മുടെ പൊതുബോധത്തോട്, ഞാൻ സൂചിപ്പിക്കുന്നത് വിമർശന ബോധത്തോടല്ല,
മറിച്ച് പൊതുബോധത്തോട് പോലും പൊരുത്തപ്പെടാത്ത ഇതുപോലുള്ള നിരവധി ആശയങ്ങൾ, ഈ ആശയങ്ങൾ മാത്രം മതത്തിൻ്റെ പേരിൽ കേൾക്കുകയും മതതത്വചിന്തയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരിക്കുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അതും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. നവനാസ്തികരും അവരുടെ മതവിമർശനത്തിൽ പലപ്പോഴായിട്ട് അവർ മതതത്വങ്ങളെയും വിമർശിക്കാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ അതിനൊരു എരിവ് പകരാൻ വേണ്ടി അവരിത്തരം കാര്യങ്ങളാണ് വളരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾവിക്കാരിലും അത് വലിയ കൗതുകം ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് മതതത്വങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സംവാദങ്ങൾ, അങ്ങനെ ഒരു സംവാദം വന്നാൽ, ഞാൻ പറഞ്ഞു വന്നത് മോസ്ക് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു വലിയ പുസ്തകം 3000 പേജോ മറ്റോ ഉണ്ട്. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം എഴുതിയ പുസ്തകം ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ചേർത്ത് വെച്ചുകൊണ്ട് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയേറെ സ്ട്രെയിൻ എടുത്തിട്ട്, അദ്ദേഹത്തിൻ്റെ കയ്യൊക്കെ എന്നെ വറയ്ക്കുന്നുണ്ട്, ഇത്രയേറെ പ്രയാസപ്പെട്ടിട്ട് ഇങ്ങനെ ഈ പുസ്തകം എഴുതുന്നതിനെ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാൾ ഈ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ഇത് ഭീകരവാദ കേന്ദ്രമാണ്, നിങ്ങളതിന് കൂട്ടു നിൽക്കുകയാണ്, ഖുറാൻ എന്ന് പറഞ്ഞാൽ ഭീകരവാദ കൃതിയാണ്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതിലാവിധം യാതൊന്നുമില്ല, അത് മനുഷ്യസ്നേഹത്തിൻ്റെ കൃതിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ആ ബോധ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ 3000 പേജുള്ള ഈ വലിയ പുസ്തകം. യാദൃശ്ചികമായിട്ടാവാം, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആർക്കിടെക്ചേഴ്സാണ്. എന്നോട് അതിനൊരു കുറിപ്പ് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ നിസ്സഹായനാണ്, അതൊക്കെ ഇതേക്കുറിച്ച് ആഴത്തിൽ വിവരമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എനിക്കൊന്ന് ചെയ്യാൻ പറ്റും, പ്രഭാഷണത്തിലും ചെറിയ കുറിപ്പ് എഴുതുമ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് 13 കൊല്ലം പഠിച്ചിട്ട് ഇത്തരം ഒരു മഹാഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അതാണ് ഞാനിവിടെ പങ്കുവച്ചത്. ഇതുപോലെ എത്രയെത്രയോ കാര്യങ്ങൾ നേരത്തെ സച്ചിദാനന്ദ മാഷിൻ്റെ പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൻ്റെ ഫുൾ ടെക്സ്റ്റ് കാണിച്ചിട്ടില്ല, മാഷ് നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് ഒരുമയുടെ ഓർമ്മകൾ, ധാരാളം ഒരുമയുടെ ഓർമ്മകൾ ഇവിടെ കോഴിക്കോട് നമുക്കിടയിലുണ്ട്, വ്യക്തികൾക്കിടയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരുമയുടെ ഓർമ്മകൾ. ആ ഓർമ്മകൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാരണം ഈ ഒരുമയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ 4 തൂണുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ലേണിംഗ് ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനം. കലർപ്പ്. ഞാൻ ഈ എം കെ മനോഹരൻ്റെ കൂടെയാണ് പോയത് എന്ന് പറഞ്ഞപ്പോൾ ഈ തവണത്തെ ഭാഷാ ഭൂഷണിയിൽ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയുടെ പേര് ചായ വസന്തം എന്നാണ് കഥയുടെ പേര്. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു വലിയ ആഹ്ലാദം ഉണ്ടായി. കാരണം ചായയോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. കാരണം ചായ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിൻ്റെ മാതൃഭാഷയാണ്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ മാതൃഭാഷയായിട്ടുള്ള ചായ ചേർത്ത് വസന്തം എന്ന പേര് മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കഥയിൽ കാണുന്നത്, ചായ വസന്തം. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമായി. ആ ചായപ്പീടികക്കാരൻ്റെ പേര് ഈശ്വരൻ കണാരൻ, അയാളുടെ പേര് ഈശ്വരൻ. അപ്പോൾ ആളുകളൊക്കെ ഈശ്വരാന്നാണ് വിളിക്കുക, ഈശ്വരാന്നാണ് ചുരുക്കിയാണ് വിളിക്കുക. അയാളുടെ ഒരു സ്നേഹമാണ് അതിൽ ഈ അലസിപ്പോയ നക്സലൈറ്റ് വിപ്ലവത്തെക്കുറിച്ചുള്ള ഒരു ധാരയും ആ കഥയിലുണ്ട്. പക്ഷേ അലസിപ്പോയ നക്സലൈറ്റ് വിപ്ലവത്തെക്കുറിച്ചുള്ള ധാരയേക്കാൾ ഒരിക്കലും അലസുകയില്ല എന്നുറപ്പുള്ള മനുഷ്യപ്പറ്റിൻ്റെ മറ്റൊരു ധാരയാണ്. ആ ധാര അലസിപ്പോയ വിപ്ലവത്തിൻ്റെ ധാരയെ ഓവർടേക്ക് ചെയ്യുന്ന ഭാവുകത്വപരമായ ഒരു എടുത്തുചാട്ടം ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഭാവുകത്വപരമായ എടുത്തുചാട്ടം. ഈശ്വരൻ കണാരന് സങ്കുചിതമായിട്ട് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ വിശ്വാസമുണ്ട്. എല്ലാ മനുഷ്യരുമായിട്ട് സൗഹൃദം പങ്കുവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ രീതി. ഇനി ഞാൻ 4ാമതായിട്ട് പെട്ടെന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, നേരത്തെ ഞാൻ തുടങ്ങിയത് പ്രധാനമായിട്ടും ഗസയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഹിരോഷിമ എന്ന് പറയും, നാഗസാക്കി എന്ന് പറയും, 1945 6/9 എന്ന് പറയും, ഹിരോഷിമ ദിനം, നാഗസാക്കി ദിനം എന്ന് പറയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പിറകിൽ നമ്മുടെ സ്മരണയുടെ ഭാഗമാണ്, അത് മറക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഗസയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്ത് ഹിരോഷിമ, എന്ത് നാഗസാക്കി, നമ്മുടെ കൺമുമ്പിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും ഭീകരമാണ്. എന്നാൽ
മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ബോംബാക്രമണം നടന്നപ്പോൾ ആ ബോംബാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്ത, എന്നാൽ ബോംബിടാൻ അനുകൂലമായ കാലാവസ്ഥയാണോ, എന്താണ് അനുകൂലമായ കാലാവസ്ഥയാണോ നോക്കുന്ന കാര്യം, ബോംബ് വേസ്റ്റാവരുത്, അതിൻ്റെ ഫുൾ മൂല്യം, അതിന് എത്ര ആളെ കൊല്ലണോ അത്രയും ആളുകളെ, ഒരാൾ പോലും കുറഞ്ഞു പോകരുത്, അതിന് പറ്റിയ അന്തരീക്ഷമാണോ ഉള്ളത് എന്ന് പരിശോധിക്കാൻ നിയുക്തനായ വൈമാനികനായിരുന്നു മേജർ ക്ലോഡ് ഈദർലി. ആ ക്ലോഡ് ഈദർലി കാലാവസ്ഥയൊക്കെ ഓക്കെയാണെന്ന് പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പിന്നീട് ജപ്പാനിലെ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ഈ ദുരന്തം കണ്ടപ്പോൾ അതിൻ്റെ പിന്നീടുള്ള ഭീകരത, മരിച്ചവർ ഭാഗ്യവാർ എന്ന് പറയുന്ന ഇതിനെ ഓർമ്മിപ്പിക്കുമാറ് പിന്നീട് ജപ്പാൻ ഭാഷയിൽ ദൃഢപ്പെട്ട ഹിബാക്കുഷകൾ, ബാക്കിയായവർ, അവരുടെ ആ ദുരിതം കണ്ടിട്ട് അയാൾക്ക് അങ്ങേയറ്റത്തെ രോഷമുണ്ടായിട്ട് അയാൾ ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത് എന്നതിൻ്റെ ഭാഗമായി സ്വയം ഒരു സമാധാന സമരപ്രസ്ഥാനമായി മാറിയതും, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ഇദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തിയതും, വലിയ തത്വചിന്തകനായ ബർട്ടൺ റസ്സൽ നിരപരാധികളായ മനുഷ്യരെ ചുട്ടുകൊല്ലാൻ ഉത്തരവിട്ട ഹാരി എസ് ട്രൂമാൻ പ്രജ്ഞനും ബുദ്ധിസ്ഥിരതയുള്ളവനും ആ ഭീകരതക്കെതിരെ പ്രതികരിക്കുന്ന മേജർ ക്ലോഡ് ഈദർലി ഭ്രാന്തനുമാണെങ്കിൽ അത്തരം ഭ്രാന്തന്മാരിൽപ്പെട്ട ഒരാളായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ബർട്ടൺ റസ്സൽ പറഞ്ഞ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ ഗസൻ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത് പൊളിറ്റിക്കലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രസക്തമാണ്, രാഷ്ട്രീയമാണത്. അത് സാമ്രാജ്യത്വത്തിൻ്റെയും സയണിസത്തിൻ്റെയും രാഷ്ട്രീയമാണ്. അതേസമയം അത് ലോകത്താകെ വിതരണം ചെയ്യപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഇസ്ലാമോഫോബിക് അരിപ്പയിലൂടെയാണ് എന്ന കാര്യവും വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ സെമിനാറിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ആലോചനയ്ക്ക് വിധേയമാവുന്ന, സംവാദ വിധേയമാകുന്ന ഇത്തരം ഒരു അന്തരീക്ഷം നമുക്ക് എത്ര കാലം നിലനിർത്താൻ കഴിയും എന്നുള്ളതും, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇനിയും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും മതനിരപേക്ഷ ഇടതുപക്ഷം കേരളത്തിൻ്റെ കാവൽ കോട്ടയായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിമർശകർക്കും അത് അംഗീകരിക്കേണ്ടി വരും, വേറൊന്നും നിർവാഹില്ല. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. പക്ഷേ മതനിരപേക്ഷതക്ക്, അതുകൊണ്ടാണ് അത്ഭുതകരമായി എനിക്ക് തോന്നിയ കാര്യം, നേരത്തെ സഖാവ് പിണറായിയെക്കുറിച്ച് പി ടി പറഞ്ഞു, ഞാൻ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് 2017 ഡേറ്റ് കൃത്യം ഞാൻ ഓർക്കുന്നില്ല. പത്രത്തിലൊക്കെ വലിയൊരു വാർത്ത വന്നിരുന്നു. ആ പേര് പറയാൻ തന്നെ പ്രയാസമാണ്, ആ പേര് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറയാം. കുന്ദൻ ചന്ദ്രാവത്ത്, BJPയുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഫാസത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ആൾ ഉജ്ജയിനിയിൽ വെച്ചാണ്. ഉജ്ജയിനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാളിദാസൻ്റെയൊക്കെ സ്മരണകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. സാഹിത്യത്തിൻ്റെ ഒക്കെ വലിയൊരു സ്രോതസ്സാണ്. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം പിണറായി വിജയൻ്റെ തലക്ക് 1 കോടി രൂപ പ്രഖ്യാപിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ ഒരേ ഒരു നേതാവിൻ്റെ തലക്ക് മാത്രമാണ്, ഒരു മുഖ്യമന്ത്രിയുടെ തലക്ക് മാത്രമാണ് ഇത്രയും പണം ഒരു ഫാസിസ്റ്റ് പ്രഖ്യാപിക്കുന്നത്. കാരണം ഭയമാണ്, ഫാസത്തിന് ഭയമാണ്. നമ്മൾ വിചാരിക്കും, ബ്രത്ത് തൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഭരണകൂടത്തിൻ്റെ ഉത്കണ്ഠകൾ, ദ ആങ്സൈറ്റീസ് ഓഫ് ദി റഷീം എന്ന ബ്രത്തിൻ്റെ പ്രസിദ്ധമായ കവിതയിൽ പറയുന്നുണ്ട്, ഭയം എന്നുള്ളത് ഭരിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല ഭരിക്കുന്നവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അവർ ലൈബ്രറികൾ അരിച്ചു പെറുക്കുന്നത്, ടോയ്ലറ്റുകൾ അരിച്ചു പെറുക്കുന്നത്, കടലാസുകൾ അരിച്ചു പെറുക്കുന്നത്, എഴുത്ത് അരിച്ചു പെറുക്കുന്നത്, സിനിമ അരിച്ചു പെറുക്കുന്നത്. കാരണം അവർ ആശയങ്ങളെ ഭയപ്പെടുന്നു. ജോസ് മാർട്ടിയുടെ പ്രസിദ്ധമായൊരു വാക്യം കടമെടുത്താൽ, കല്ലുകിടങ്ങിനേക്കാൾ കരുത്തേറിയതാണ് ആശയങ്ങളുടെ കിടങ്ങ്. കല്ലുകിടങ്ങ് മണ്ണിട്ട് തൂർക്കാൻ പറ്റും, ആശയങ്ങളുടെ കിടങ്ങ് കല്ലിട്ട് തൂർക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലെ മുഴുവൻ മണ്ണിട്ടാലും ആശയങ്ങളുടെ കിടങ്ങ് പിന്നെയും നിലനിൽക്കും. അതുകൊണ്ട് ഇന്ത്യൻ ഫാസം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇന്ത്യൻ ഫാസത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഏറ്റവും വലിയൊരു കടന്നാക്രമണമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇതൊരു പ്രവചനമൊന്നുമല്ല, പക്ഷേ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ അമ്പരന്ന് പോകും.
സംസ്കൃതം സംസാരിക്കാൻ ജനങ്ങളെ പരിശീലിപ്പിക്കുന്ന ശിബിരങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, ഇത്രയും പ്രയാസമുള്ളൊരു ഭാഷ ജനങ്ങൾ സംസാരിക്കുമോ? ഇവിടെ എന്താണ് സംസ്കൃതത്തിന് പ്രസക്തി? ഏറി വന്നാൽ ഹിന്ദി ദേശീയ ഭാഷയാക്കുക എന്നുള്ളതല്ലേ ഫാസിസത്തിൻ്റെ അജണ്ട? അല്ലേ അല്ല. ഹിന്ദി, സംസ്കൃതം ഇന്ത്യയുടെ ദേശീയ ഭാഷാ പദവി ഏറ്റെടുക്കുന്നത് വരെ തൽക്കാലം യഥാർത്ഥത്തിൽ ദേശീയ ഭാഷ സംസ്കൃതം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ? പഠിച്ചെടുക്കാൻ പറ്റും. ഇത്ര പ്രയാസകരമായ ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനിവാര്യമായി ആവശ്യമുള്ള വാക്കുകൾ എത്രയാണ്. നമുക്കൊരു പരീക്ഷണം നടത്താം. നിങ്ങളും ഞാനും ഒരു കഷ്ണം കടലാസ് എടുക്കുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള അരി, പഞ്ചസാര, അടുത്ത സുഹൃത്തിനോട് ഹായ്, മോർണിംഗ് എന്നൊക്കെയുള്ള തൊലിപ്പുറമേ ഉരസിപ്പോകുന്ന ഇക്കിളി വർത്തമാനം പറയാനും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള സാധനം വാങ്ങാനും നമുക്കാകെക്കൂടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും ഒക്കെ ആവശ്യമാവുക ഒരു 19 വാക്കായിരിക്കും. എന്നാൽ ഭാഷ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവശ്യം നിർവഹിക്കാനുള്ള 50 വാക്കല്ല. അത് നമുക്ക് മിണ്ടി പറയാനുള്ളൊരു മാധ്യമമല്ല. അത് അതിർത്തിരഹിതമായ ചിന്തയുടെ ആകാശത്തിലൂടെ അനുഭവത്തിൻ്റെ അനുഭൂതിയുടെ ആഴക്കടലിലേക്ക് ഇറങ്ങി പറക്കാൻ ഒക്കെയുള്ള ആവിഷ്കാര മാധ്യമമാണ്. ആവിഷ്കാര മാധ്യമം എന്ന അവസ്ഥയിൽ നിന്ന് ഭാഷയെ വെട്ടിച്ചുരുക്കി കൊണ്ടുവന്നാൽ പിന്നെ ആശയങ്ങളുടെ ലോകം ഉണ്ടാവില്ല. ആശയങ്ങളുടെ ലോകം ഇല്ലെങ്കിൽ പിന്നെ അത് തൂർക്കുന്ന പ്രശ്നമൊന്നുമില്ല. ആശയമുക്തമായൊരു സമൂഹം, അതാണ് ഫാസിസത്തിൻ്റെയും മൂലധനത്തിൻ്റെയും സ്വപ്നം. സംഘടനകളില്ലാത്ത, ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം കാലത്ത് നടക്കുന്ന കാര്യങ്ങളോട് സജീവമായി പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പരുവപ്പെടുത്തപ്പെട്ട ഇതാണ് ആശയമുക്ത സമൂഹം. ആശയമുക്ത സമൂഹത്തിൽ ഒരാശയവും ഉണ്ടാവുകയില്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് വ്യവസ്ഥയുടെ അതിരുകൾ ഭേദിക്കുന്ന ആശയങ്ങൾ. അത്തരം ആശയങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നത്, ദേവേന്ദ്രൻ മുമ്പ് പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ് കഥ. അതുകൊണ്ട് തന്നെ ഈ പർവ്വതങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ട് പറക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ദേവേന്ദ്രൻ പലവിധ നിർദ്ദേശങ്ങളുടെ ഒടുവിൽ പർവ്വതങ്ങളുടെ ചിറകുകൾ വെട്ടാൻ തീരുമാനിച്ചു. പറക്കുന്ന പർവ്വതത്തെ നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം ചിറക് വെട്ടിയതോടുകൂടി പർവ്വതങ്ങളെല്ലാം വ്യവസ്ഥാപിതമായി. പക്ഷേ ഒരേ ഒരു പർവ്വതം മാത്രം ചാരന്മാർ വഴി ഈ വിവരം ചോർന്നു കിട്ടിയപ്പോൾ അത് സമുദ്രത്തിൽ പോയി ഒളിച്ചു. ആ പർവ്വതത്തിൻ്റെ പേരാണ് മൈനാക പർവ്വതം. ഇന്നും സമുദ്രത്തിൻ്റെ അടിയിൽ ചിറകുകളുമായി ഏത് സമയത്തും ഏത് ദേവേന്ദ്രൻ്റെയും കൽപ്പനകളെ അട്ടിമറിക്കാൻ പാകത്തിൽ ഒരു ഗറില്ലാ സമരത്തിൻ്റെ അവസരം പാത്ത് കോമ്രേഡ് മൈനാകം കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.